കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ +2 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. എന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. കുട്ടികളും മാതാപിതാക്കളും ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയും അമർഷവും ഒക്കെ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. +2 ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി. മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. ആദ്യ ഭാഗങ്ങളിലെ 1 മാർക്കും 2 മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു. അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ 2 എണ്ണം അറിയാത്ത അവസ്ഥ. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം. കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ. ഫിസിക്സ് 14 ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയറും നോക്കിപ്പോയ ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ശരിക്കും നല്ല വിഷമമായി കണ്ടപ്പോ. കൂടെ മറന്നുപോയി കണ്ടപ്പോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഫിസിക്സിന്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു. അത്ര ഇപ്പൊ ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റുവാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയ എന്താ, ഈ മോഡൽ ഭയങ്കര ഡയറക്റ്റ് ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിന് വേറൊരു പാറ്റേൺ ആണ് അവർ തന്നെ. അപ്പൊ എന്തോന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അപ്പൊ ഈ മോഡൽ എക്സാമിന്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല. ഒരു സാമ്പിളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി പ്രിപ്പയർ ആവായിരുന്നു. തട്ടിപ്പാണല്ലേ. ഉന്നത പരീക്ഷയും ബുദ്ധിമുട്ടാകുമെന്ന അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികൾ. മൂല്യനിർണ്ണയത്തിൽ ഇളവുണ്ടായില്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ഭയവും വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു.